നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനതന്ന് അങ്ങനെ പറഞ്ഞതല്ല. എനിക്ക് റയൽ മാഡ്രിഡിനോട് ഒരു നെഗറ്റിവിറ്റിയും ഇല്ല. ഞാൻ അവരെ ബഹുമാനിക്കുന്നു, ആഞ്ചലോട്ടിയെ ബഹുമാനിക്കുന്നു. ഹൻസി ഫ്ലിക്ക് കാര്യം വ്യക്തമാക്കുകയാണ്. ഇന്നിപ്പോൾ എഫ് സി ബാഴ്സലോണ ലാ ലീഗയിൽ കളിക്കാനിറങ്ങുന്നത്. ജിറോണക്കെതിരെ രാത്രി ഇന്ത്യൻ സമയം 7:45 മത്സരം. അതിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ഇങ്ങനെ ഫ്ലിക്ക് പ്രതികരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒസാസുനയ്ക്കെതിരെയുള്ള കളിക്ക് മുമ്പ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങൾ ഫ്ലിക്കിനോട് ചോദിച്ചു, നേരത്തെ റയൽ പറഞ്ഞിരുന്നല്ലോ 72 മണിക്കൂർ സമയമില്ലാതെ, റെസ്റ്റ് ഇല്ലാതെ ഇനി ഞങ്ങൾ കളിക്കില്ല എന്ന്. അപ്പം നിങ്ങൾക്കും അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, എന്തു പറയുന്നു ചോദിച്ചപ്പോൾ അന്ന് ഫ്ലിക്ക് പറഞ്ഞ മറുപടി, ഞങ്ങൾ റയൽ മാഡ്രിഡ് അല്ല, ഇത് റയൽ മാഡ്രിഡ് അല്ല. അതായത് അങ്ങനെ പരാതിയുമായിട്ടൊക്കെ പോകാൻ ഇത് റയൽ മാഡ്രിഡ് അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് റയൽ മാഡ്രിഡ് അല്ല, ഇത് ബാഴ്സലോണയാണ്, അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പക്ഷേ പിന്നീട് ലഗാനസിനെതിരെയുള്ള റയലിൻ്റെ കളിക്ക് മുമ്പുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഫ്ലിക്ക് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് മാധ്യമങ്ങൾ ആഞ്ചലോട്ടിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് പ്രതികരിച്ചു. ശരിയാണ്, റയലല്ല ബാഴ്സ, ബാഴ്സ അല്ല റയൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് ഫ്ലിക്ക് പറഞ്ഞത് അത്ര നല്ല രൂപത്തിലല്ല എടുത്തത് എന്ന് തന്നെ ആഞ്ചലോട്ടിയുടെ വാക്കുകളിൽ ധ്വനിച്ചിരുന്നു. ഇപ്പോൾ അത് വീണ്ടും മാധ്യമങ്ങൾ ഫ്ലിക്കിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഫ്ലിക്ക് അത് ഒന്ന് വിശദീകരിച്ച് പറയുകയാണ്. ഞാൻ റയൽ മാഡ്രിഡിനെ ബഹുമാനിക്കുന്നു, ആഞ്ചലോട്ടിയെയും ബഹുമാനിക്കുന്നു. തീർച്ചയായിട്ടും ഫുട്ബോൾ വേൾഡിലെ മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചുമാരിൽ ഒരാളാണ് ആഞ്ചലോട്ടി. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പിന്നെ അത് മുമ്പത്തെ ദിവസം ഞാൻ പറഞ്ഞത് ബാഴ്സയും റയൽ മാഡ്രിഡും വ്യത്യസ്തരാണ് എന്നത് മാത്രം സൂചിപ്പിക്കാനാണ്. അത് നല്ല കാര്യമല്ലേ? അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരു തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സും എനിക്ക് റയൽ മാഡ്രിഡുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്ന് ഹൻസി ഫ്ലിക്ക് പറഞ്ഞു. ചുരുക്കത്തിൽ ഞാനത് അന്ന് അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് റയലും ബാഴ്സയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രമാണ്, എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങളില്ല എന്നിപ്പോൾ വിവാദം അവസാനിപ്പിക്കാൻ വേണ്ടി ഫ്ലിക്ക് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.